മക്കളുടെ പ്രണയബന്ധം അറിഞ്ഞു കഴിഞ്ഞിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ ഏറ്റവും പരമമായിട്ടുള്ള ആവശ്യം ആ ബന്ധത്തിൽ നിന്ന് മക്കളെ പിന്മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും മാതാപിതാക്കളെക്കുറിച്ച്, അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയെടുത്ത് കഴിയുമ്പോൾ കുട്ടികൾ ഇതിൽ നിന്ന് പിന്മാറാറുണ്ട്. എങ്കിൽ അതിന് സാധിക്കാത്ത ഒരു കൂട്ടരുണ്ട്. അവരുടെ ഏറ്റവും വലിയ പേടി, ഞാൻ ഇതിൽ നിന്ന് പിന്മാറിയാൽ ഞാൻ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾ ചിലപ്പോൾ മരണപ്പെടാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും കൗൺസിലിംഗ് റൂമിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള അവസ്ഥകളൊക്കെ കാണേണ്ടി വരാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം മുന്നോട്ട് വരുന്നത്? അല്ലെങ്കിൽ മറ്റൊരാൾ എനിക്ക് വേണ്ടി മരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണോ? അല്ലെങ്കിൽ ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ ഞാൻ റിലേഷൻഷിപ്പിലായിട്ടുള്ള ആൾ ചിലപ്പോൾ അയാളുടെ ജീവിതം അവസാനിപ്പിക്കും എന്ന പേടി കൊണ്ടാണോ കുട്ടികൾ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നത്? അത് മാത്രമല്ല കാര്യം, ഇതിനെയൊക്കെ നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്സിൻ്റെ ഗണത്തിൽ പെടുത്തേണ്ടതാണ്. ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാവുക, അത് കഴിഞ്ഞിട്ട് അവരുടെ ടോക്സിസിറ്റി കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നവർക്ക് മനസ്സിലായാൽ പോലും ആ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ കഴിയാതെ പെട്ടുപോകുന്നുണ്ട്. അത്രയും തീവ്രമായ രീതിയിൽ, അത്രയും ദയനീയമായ രീതിയിൽ കുട്ടികൾ എത്തുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടോ? ജീവിതത്തിലായാലും കുടുംബത്തിലായാലും ഒക്കെ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകൾ നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നാൽ അതുണ്ടാകുന്ന മാനസിക ശാരീരികവുമായ പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ എതിരെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മുടെ പങ്കാളി അത് ടോക്സിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ, അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി കാണിക്കുന്ന ഒരാളാണെങ്കിൽ അവരുടെ കൂടെയുള്ള ജീവിതം ഒരിക്കലും സുഖകരമായിട്ടുള്ള ഒന്നാവില്ല. എല്ലാ ദിവസവും ഈ ഭീഷണിപ്പെടുത്തലുകൾ, ഈ അസ്വസ്ഥതകളൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. അത് മനസ്സിലാക്കിയാൽ പോലും ഈ ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുന്നത് കേട്ടിട്ടാണ് പല പെൺകുട്ടികളും ആ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. എങ്ങനെയും ഞാൻ കാരണം അവൻ്റെ ജീവിതം നഷ്ടപ്പെടരുത്, അല്ലെങ്കിൽ ഞാൻ കാരണം അവളുടെ ജീവിതം നഷ്ടപ്പെടരുത്. സത്യത്തിൽ രണ്ടുപേരുടെയും ജീവിതം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് അത് എന്ന് കുട്ടികൾ മനസ്സിലാക്കാറില്ല. എന്തുകൊണ്ടാണ് അത്രയും വ്യത്യസ്തമായിട്ടുള്ള, അല്ലെങ്കിൽ അത്രത്തോളം അവരെ വേദനിപ്പിക്കുന്ന ഒരു ബന്ധത്തിൽ പോലും മുന്നോട്ട് പോകാൻ കുട്ടികൾ തയ്യാറാവുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെയൊക്കെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, വീട്ടിനുള്ളിലെ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു സമയമാണിത്. കുറച്ച് നേരമെങ്കിലും രാവിലെയോ വൈകുന്നേരമോ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിച്ച് നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ വീടിനെക്കുറിച്ച്, നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച്, കുട്ടികളെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകളെക്കുറിച്ച്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നമ്മുടെ കുടുംബം എന്നാൽ എങ്ങനെയാണ് എന്നതൊക്കെ ചെറിയ രീതിയിലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ആളുകൾ പരസ്പരം മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ സംസാരങ്ങൾ കുറയുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾ ജോലി തിരക്കിലോ ഫോണിലോ ഒക്കെ കൂടുതൽ തിരക്കിലായി കഴിയുമ്പോൾ കുട്ടികളെ കേൾക്കാനോ അവരുമായിട്ട് സംസാരിക്കാനോ സമയമില്ലാതെ പോകും. ആ സമയത്താണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ ഇവരിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള സ്നേഹം കൊടുക്കും, വിശ്വാസം കൊടുക്കും, അവരെ കേൾക്കാനുള്ള ഒരാളായിട്ട് കൂടെ നിൽക്കും. അവർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അവർക്ക് വീട്ടിൽ കിട്ടാത്ത സ്പേസ്, വീട്ടിൽ അവരെ കേൾക്കാൻ ആളില്ല എന്നുള്ള സങ്കടമൊക്കെ മാറിയിട്ട് കുട്ടികൾ കൂടുതലായിട്ട് അവരിലേക്ക് വന്നു കയറിയ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളിലേക്ക് കയറാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. അതിൽ നിന്ന് അതുകൊണ്ട് തന്നെയാണ് അവരെ പിന്മാറ്റാൻ ഏറ്റവും പ്രയാസകരമായിട്ടുള്ളതും. നമ്മൾ തെറാപ്പിയുടെയൊക്കെ ഇടയിൽ മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ചില കുട്ടികൾ വളരെ വലിയ രീതിയിൽ കരയും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചൊക്കെയുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. എന്നാൽ ചിലർക്ക് ഒട്ടും ഒരു സങ്കടം തോന്നില്ല, അല്ലെങ്കിൽ ഒരു ആർദ്രമായിട്ടുള്ള ഒരു ഇമോഷൻസും അവരുടെ കയ്യിൽ നിന്ന് വരാറില്ല. കാരണം അത്രത്തോളം റിബലായിട്ട് കുട്ടികൾ മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വീടിനകത്ത് അവർക്ക് കിട്ടേണ്ട കൃത്യമായ ഇടങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടോക്സിക് റിലേഷൻഷിപ്പിലായി, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുട്ടികൾ പ്രശ്നമുണ്ടാക്കി എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തെ പ്രശ്നങ്ങൾ ഏതെങ്കിലും രീതിയിൽ കുട്ടികളെ ബാധിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ അവരിങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയും നമ്മുടെ കുടുംബവും ഒക്കെ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നന്നായി തന്നെ അവരെ പിന്തുണയ്ക്കുന്ന ഒന്നാണെന്ന് അവർക്ക് തോന്നുകയും കൂടി ചെയ്താൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മുടെ യുവതലമുറയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു വിശ്വാസത്തോടു കൂടി, നല്ല വിശ്വാസം, ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നാളെക്കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.